നട്ടപ്പാതിരിക്ക് വളാഞ്ചേരിയങ്ങാടിയിൽ വന്നിട്ട് കെട്ടിപ്പിടിച്ച് കളിക്കണ എന്താണെന്നുള്ളതായിരിക്കില്ലേ നിങ്ങൾ ചിന്തിക്കണത്? മറ്റൊന്നല്ല കേട്ടോ, നമ്മൾ ഓൺലൈനിലൂടെ മാത്രം പരിചയപ്പെട്ട കുറച്ച് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോവാണ്. നമ്മൾ PEd സ്റ്റുഡൻസ് ആണ്. നാളെ ഞങ്ങളുടെ സെക്കൻഡ് സെം എക്സാം ആണ് തമിഴ്നാട്ടിൽ വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഇന്നൊരു തൃച്ചിയിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ആളെ കണ്ടുമുട്ടി അവളായിട്ട് നമ്മൾ ഇനി ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ട്രെയിനിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഈ ഒരു വീഡിയോ വലിയ സംഭവമാക്കി എടുക്കണമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ പെട്ടി പാക്കിങ്ങും ഇമ്മാനെയും കുട്ടികളും എല്ലാം കൂടെ കെട്ടിപ്പെറുക്കിയപ്പോഴുണ്ടല്ലോ ആകെ കിളി പോയി. അങ്ങനെതാ നമ്മൾ തൃച്ചിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്കി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ ആകെ അലങ്കോലായിട്ടുള്ള വരവായിരുന്നു കേട്ടോ. നമ്മൾ 7 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ നമുക്ക് കാറ്റ് മുണങ്ങാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കണ്ടേ. അപ്പൊ നമ്മൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ അവിടെ ചെന്നേക്ക് ഒരു കത്തി കണ്ടേക്ക് മത്തനാട് കയറി പിടിച്ചില്ലേന്ന്. പിന്നെ അവിടെ അറവ് ഷോപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കത്തിയെല്ലാം കൂടെ വലിച്ചു വാങ്ങി ഫ്രണ്ട്സ് എന്നെ വലിച്ചും കൊണ്ട് പുറത്തേക്ക് ഓടി. ഇവളുണ്ടല്ലോ അബുദാബിന്ന് കേട്ടോ വന്നിട്ടുള്ളത്. ഇവളെ എന്നെ പോലെ ടീച്ചറാണ് കേട്ടോ അവിടെ. അവള് മീറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ അത് ഇതിന് മിസ്സായി പോയി അറിയാണ്ട്. ഇതാണ് കേട്ടോ രണ്ടാമത്തെ ആള്. നല്ല പൊരി വെയിലായപ്പോണ്ടല്ലോ ഒരു സോഡ കുടിച്ച് ദാഹണ്ട് മാറ്റി. കാലാവസ്ഥ നമ്മൾ ഇവിടുത്തെ സ്ട്രൈറ്റ് ഓപ്പോസിറ്റ് ആണ് കേട്ടോ അവിടെ. പിന്നെ നമ്മൾ അവിടെ ഒരു 3 BHK ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി നമ്മൾ 5 BHK ആണ്. താഴെ ഒരു 2 BHK വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മളെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരവരുടെ കെട്ടിയന്മാരുടെ കൂടെ അവിടെ സെറ്റിൽ ആയിട്ടുണ്ട് കേട്ടോ. മുകളിൽ നമ്മൾ ഈ ഒരു 3 BHK ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. സംഭവം നല്ല പൊളിയല്ലേ. എക്സാമിന് തൃച്ചിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഹൈജീനിക് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പ്ലേസ് എടുക്കണം എന്നുള്ളത്. പിന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലെ പിള്ളേരെല്ലാം അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലുള്ള ലോഡ്ജിലാണ് കേട്ടോ താമസിക്കുന്നത്. നമുക്ക് പിന്നെ പേരൻസും കുട്ടികളും എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് കുക്കിംഗ് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു 3 BHK എടുത്തിട്ടുള്ളതാണ്. വീട്ടിൽ നിന്ന് പോരുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട് കുറേ വീഡിയോസ് എടുക്കണം എന്നുള്ളത്. പക്ഷെ മൊത്തത്തിൽ പാളിപ്പോയി. കാരണം ആരും ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ ബുക്കിന്റെ കെട്ടഴിക്കുന്നതേ നമ്മൾ ഇന്നാണ്. പിന്നെ കിട്ടുമ്പോൾ ഇതുപോലുള്ള ഫ്രണ്ട്സിനെ കിട്ടണം കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമാണ് പഠിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ അവരാരും പഠിച്ചിട്ടില്ല. അങ്ങനെ വൈകുന്നേരം ആയപ്പോ ദാ 4ാമത്തെ അവൾ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റാൾ അവിടെ പോയിട്ട് യൂണിയൻ പണി എടുക്കുന്നുണ്ട്. അങ്ങനെ 4 പേരും കൂടെ വന്നേക്ക് പിന്നെ ഫുള്ള് സെറ്റായി കേട്ടോ. ചായ കുടിക്കുക പഠിക്കുക, ചായ കുടിക്കുക പഠിക്കുക, ഇതന്നെ ആയിരുന്നു കേട്ടോ പരിപാടി. കുറച്ചൊന്നും ചായ എന്നല്ല കേട്ടോ ഞങ്ങൾ കുടിച്ച് തീർത്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ രാത്രി ആയപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒരു ജിഗർദന്തം കുടിക്കാന്നുള്ളത്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? എന്താണെങ്കിലും അറിയാത്തവർ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിട്ടാ. ആ ഒരു പേര് പറയാൻ തന്നെ ഉണ്ടല്ലോ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ സംഭവം നല്ല പൊളിയാണ്. അത് കഴിഞ്ഞ് അപ്പുറത്തുനിന്ന് ഒരു ജ്യൂസ് ഓർഡർ ചെയ്തപ്പോണ്ടല്ലോ ഇതുപോലുള്ള കിണറിലിട്ട് കൊണ്ടുവന്നു കേട്ടോ ജ്യൂസ് എല്ലാവർക്കും. ഉമ്മ പറഞ്ഞു എനിക്കത് എടുക്കാൻ വയ്യ കൈ ഒളുക്കുന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ ജ്യൂസ് എടുത്ത് പൊന്തിച്ച് നന്നായിട്ടുണ്ട് വലിച്ചു കുടിച്ചിട്ടാ. ഞാൻ പിന്നെ ഒരു പുലി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് ഒരു ബർഗറും കൂടെ വാങ്ങിയിട്ട് നമ്മൾ വേഗം റൂമിലേക്ക് പോയിട്ടാ. കാരണം പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടില്ലല്ലോ, റൂമിൽ ചെന്നിട്ട് വേണം ബാക്കിയുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പേരൻസ് എല്ലാം കൂടെ കിടന്നിറങ്ങിയപ്പോ നമ്മൾ വീണ്ടും അടുക്കളയിൽ ഇറങ്ങി ചായ ഉണ്ടാക്കലും കുടിക്കലും ഇതന്നെ ഇരുന്നിട്ട പരിപാടി. ചായക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ടച്ചിങ്സ് വേണ്ട ഉറക്കം വരുമ്പോൾ, അതിന് വേണ്ടിയിട്ട് ഒരാൾ അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് വാഷ്റൂമിൽ പോയി വന്നപ്പോണ്ടല്ലോ ഇതിന്റെ ഇടയിൽ ഇവിടെ ഫേസ് പാക്കും കൂടെ ഇട്ടിട്ടുണ്ട് മറ്റുള്ളവർ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത 3rd സെം എക്സാമിന് ഞാൻ കൂടുതൽ വീഡിയോസ് ആയിട്ട് വരണ്ട കേട്ടോ.